അപ്പോൾ ഈ സമയം കാണിക്കാൻ പോകുന്നത് ഈ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ഫാസ്റ്റ് സ്റ്റാർട്ടിങ് കിട്ടാനുള്ള 3 അല്ലെങ്കിൽ 2 സ്റ്റാർട്ടിങ്ങിനെ പറ്റിയാണ്. ഒന്ന് സ്റ്റാൻഡ് സ്റ്റാർട്ട്, വേറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 പോയിന്റ് സ്റ്റാർട്ട്, അതായത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് ഈ ക്രൗഡ് സ്റ്റാർട്ട്. നമ്മൾ 3 കാണിച്ചു തരാം. ഓക്കെ, പോടെ പൊട്ടി. ഓക്കെ, നിങ്ങൾക്ക് അരി സാധാരണ വെച്ചിട്ട് നിങ്ങളൊന്നും അറിയില്ല, ബിഗിനറാണെങ്കിൽ ഏറ്റവും നല്ല ഇതാണ്. കൈ നോക്കി ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡിങ് സ്റ്റാർട്ട്. അടുത്ത പോയിന്റ് സ്റ്റാർട്ടാണ്. പോയിന്റ് സ്റ്റാർട്ട് നമ്മൾ ഒരു 2 എന്നിട്ട് റൂമില്ലെങ്കിൽ ഓപ്പോസിറ്റാണ് കഴിക്കുക. ഇതിൽ റൂമിൽ കഴിക്കാൻ അപ്പോൾ അതിലേക്ക് വെക്കാം. അതിൽ ഒരു ഓർജറിൽ ഫ്രിഡ്ജ് നോക്കാം. ഇതാണ് പോയിന്റ് സ്റ്റാർട്ടിങ്. ക്രൗഡ് സ്റ്റാർട്ടാണ് ചെയ്യുക. ക്രൗഡ് സ്റ്റാർട്ട് നിങ്ങൾ ഇവിടെ കാര്യം 2 കുട്ടികൾക്ക് ഡോമിനെ കാണിച്ചാൽ വീഡിയോ ഡോമിനേറ്റ് എല്ലാത്തിലേക്ക് വെക്കുക. ഡോമിനേറ്റിലേക്ക് ബേക്ക് വെക്കുക. പവറിലേക്ക് ബേക്ക് വെക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നിങ്ങൾ കൈ ബ്രിഡ്ജ് വെക്കുക. സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ഉണ്ടായ വേറെ രീതിയിലാണ്. സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് ഇല്ലാന്നാണെങ്കിൽ ഇങ്ങനെ 6 കാൽ പറയാണ്ട് വെക്കാം. മൂന്ന് സ്റ്റാർട്ടിൽ ഒന്നറിയില്ല, എന്തെങ്കിലും ടെസ്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ സ്റ്റാൻഡ് സ്റ്റാർട്ട് നല്ലത്. അല്ല നിങ്ങൾ കുറച്ചൊക്കെ ഇതെങ്കിൽ ബേസിക് അറിയണമെങ്കിൽ നിങ്ങൾ സാധാരണക്കാർക്ക് സ്റ്റാൻഡിങ് നല്ലത്. അല്ല ബേസിക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് സ്റ്റാർട്ടില്ല അത് ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം അഡ്വാൻസ് ആക്കാൻ ലേറ്റ് ആക്കാൻ തോന്നുന്നെങ്കിൽ നമ്പർ റോമില്ല ഡോമിൻ്റെ അല്ലാത്ത ലെഗ് ഫ്രണ്ട് വിട്ടിട്ട് ഡോമിലേക്ക് ബാക്കിൽ വെച്ച് അപ്പോൾ നമ്മളൊരിക്കലും കൈ കിട്ടുമ്പോൾ ഇതേപോലെ ക്രോസിങ് ചെയ്യരുത്. മാക്സിമം ഫ്രണ്ടായിട്ടുള്ളത് ചെയ്യുക. 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രി വന്നു എല്ലാം ഷേപ്പ്. ഓക്കെ, എന്നിട്ട് ഇനി വെള്ളം ഇതിങ്ങനെ കുറച്ച് 90 ഡിഗ്രി വന്ന ഓക്കെ. ഇതിങ്ങനെ ഒരിക്കലും കൈ ഇതിങ്ങനെ യൂസ് ചെയ്തത്. ഓക്കെ, ഞാൻ ബസ് കാണിച്ചു തരാം. 3 ഒന്ന് ആനിമേഷൻ ഇല്ലാണ്ട്. ഓക്കെ, ഒന്ന് ആനിമേഷൻ ഇല്ലാണ്ട് ഇത്ര. ഇനി ആനിമേഷൻ ചെയ്തുകൊണ്ട് ക്രോസിങ് ചെയ്ത് തെറ്റാൻ ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബോഡി ബാലൻസ് ചെയ്യണം. ഈ ഒരു ഫോഴ്സ് കുറയും. അതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇതേപോലെ ഈ ഭാഗം ഇരിക്കില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകണം. ആ 5 ഓടി കറക്റ്റായിട്ട് ഇരിക്കുന്നു. ഉണ്ടോ വ്യത്യാസം? അപ്പോൾ നിങ്ങൾ ഈ ടോണിൽ ലാൻഡ് ചെയ്യണമൊക്കെ കൈൻ്റെ ശ്രദ്ധിക്കുക. 2 ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പിൻ നല്ലോണം ഇമ്പ്രൂവ് ആവുള്ളൂ. പിന്നെ ഈ ഓക്കെ, ഈ കാണുന്നത് അപ്പുറം ആ കാണുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ഇവിടുത്തെ റോഡാണ് ഞാൻ ഓടുന്നത്.
അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ക്ലാസ്സിലാണ് ഷർട്ട് അതിൻ്റെ എക്സസൈസാണ് മനസ്സിലാക്കാം. ഈ ഫുട്ബോൾ കൂടെ ആക്കാൻ നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫുട്ബോൾ വെക്കാം. എന്നിട്ട് നിങ്ങൾ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോളുള്ള ഇല്ലാതെ ചെയ്യാം. നിങ്ങൾ ഒരു ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ അളവില്ല ഇപ്പത്തേക്ക് ഇങ്ങനെ നിങ്ങളെ എക്സ്പ്ലോസീവ് പവറും എൻഡ്യൂറൻസും കൂടാൻ സാധിക്കും. ഈ എൻഡ്യൂറൻസും ഇത് രണ്ടും എല്ലാ ഫോമും എല്ലാം പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൈ പൊക്കുമ്പോൾ ഇത് പോകുന്നു ഹൈ നീസ് എന്ന് പറയും. അതായത് നിങ്ങൾ സ്പീഡിൽ ചെയ്യണം. ഇത് 35 സെക്കൻഡ്. ഇത് നിങ്ങൾ സ്പീഡിൽ ചെയ്യുക. ഈ എക്സസൈസ് നിങ്ങൾ സ്ട്രൈഡ് ഫ്രീക്വൻസിയും സ്ട്രൈഡ് ലെങ്ത്തും പിന്നെ മെയിനായിട്ട് എൻഡ്യൂറൻസ് കൂട്ടും. നേരത്തെ ചെയ്ത് വെക്കുക. ബാക്കിയെല്ലാം ഈ എക്സ്പ്ലോസീവ് സ്റ്റാർട്ടിങ് കൂട്ടാനുള്ള ഈ ഒരു വർക്കൗട്ട്സാണ്. അപ്പോൾ ഇതെല്ലാം 6-8 റെപ്സ് വീതം 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ചെയ്യുക. 2-3 മിനിറ്റ് സെക്കൻഡ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത് അങ്ങനെ 6 സെറ്റ് ചെയ്യണം. എന്നിട്ട് അടുത്തത് ഇതേപോലെ ബോൾ തന്നെ സംഭവം ഫ്രണ്ടിലേക്കും. അപ്പോൾ ഈ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക.